ചന്ദനക്കടത്താണ് കാണാൻ പോയത്. പോയിട്ട് വന്നപ്പോൾ ചന്ദനമഴയുടെ അവസ്ഥയായി. ഞാൻ വേറൊന്നുമല്ല പറയാം, നമ്മുടെ പുഷ്പ 2 ആ ഒരു സിനിമയെ പറ്റിയുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഞാൻ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. സിനിമയെ പറ്റിയുള്ള മിക്ക റിവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സിനിമ അത്ര പോരാ, പൊട്ടി, എത്ര 5-ൽ 1 റേറ്റിംഗ് ഒക്കെ കൊടുത്തവരൊക്കെ ഒരുപാട് പേരുണ്ട്. എൻ്റെ അടുത്ത് സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, വലിയ ഹൈപ്പ് കൊടുത്തു പോയ ഒരു സിനിമ തന്നെയാണ് ഞാനും ഈ പുഷ്പ 2 എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ള എക്സ്പെക്റ്റേഷനും കൊണ്ടാണ് പോയത്. കാരണം അതിന് ട്രെയിലറൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, പലതരം കൊളാബുകൾ കണ്ടു. ഈ നമ്മുടെ ഫ്രീ ഫയറിൽ പോലും നല്ലൊരു കൊളാബറേഷൻ പുഷ്പ ടീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നല്ലൊരു എക്സ്പെക്റ്റേഷൻ വെച്ചാണ് ഞാനും പോയത്. എനിക്കുള്ള എക്സ്പെക്റ്റേഷനിൽ കിട്ടിയില്ല. അത് ഒന്നാമത്തെ കേസ്. നല്ലൊരു എക്സ്പെക്റ്റേഷനും കൊണ്ടുപോയി, പക്ഷേ ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ 100-ൽ 1% പോലും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. സിനിമയ്ക്ക് ഇത്ര നെഗറ്റീവ് റിവ്യൂ വരുന്നതിൻ്റെ ഒരു കാരണം അവിടെ മാറ്റി വയ്ക്കട്ടെ, ആൾക്കാർ പറയുന്നത് എന്ത് നോക്കട്ടെ. എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, സിനിമ ഇത്രയും ലോങ് കിടക്കണം, ഏകദേശം 3.5 മണിക്കൂർ, അതായത് 3 മണിക്കൂർ 21 മിനിറ്റ്, 3.5 ആവാൻ വെറും 9 മിനിറ്റിൻ്റെ വ്യത്യാസമാണ് അവിടെ ഉള്ളത്. അത് മാത്രമല്ല, നമ്മൾ ഈ ഒരു ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോകുന്ന ആ ഒരു യാത്രയുടെ ടൈമും കൂടെ നോക്കി എങ്ങനെ പോയാലും ഒരു 4-4.5 മണിക്കൂർ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് 24 മണിക്കൂറിൻ്റെ ഏകദേശം 1/4 ഭാഗം അവിടെ അങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. ഇത്രത്തോളം നമ്മൾ എക്സ്പെക്റ്റേഷൻ, ഈ ഒരു 3 മണിക്കൂർ എന്തെങ്കിലും കാണാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ പോയിട്ട് കാണാൻ പറ്റാത്തതായിരിക്കും ഇത്ര ആൾക്കാർക്ക് ഒരു അഗ്രഷൻ കൊണ്ടുവന്നത്. എനിക്കും അങ്ങനെ ഒരു തോന്നി. ഈ ഒരു 3 മണിക്കൂർ നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് പോയത്. അത് ഒന്നാമത്തെ റീസണായിട്ട് തോന്നി. രണ്ടാമത്തെ റീസൺ, പുഷ്പ ഫസ്റ്റിൽ ആ ഒരു എൻഡിങ് ഉണ്ടല്ലോ, ആ എൻഡിങ്ങിൻ്റെ തുടർഭാഗമായിട്ട് ഈ ഒരു പുഷ്പ 2-ൽ തോന്നിയിട്ടില്ല. കാരണം വെച്ചാൽ ഫഹദിൻ്റെ എൻട്രി കൊള്ളാമായിരുന്നു, ഇല്ലെന്നല്ല, കൊള്ളാമായിരുന്നു. ബട്ട് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവിടെയും സാധിച്ചിട്ടില്ല. അതാണ് ഒന്നാമത്തെ റീസൺ. വീണ്ടും അടുത്തൊരു റീസണാണ്, ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ ഒരു സിനിമയെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലെന്നാണ്. ഈ ഒരു സിനിമ പുഷ്പ 2 ഇൻ്റർനാഷണലിലോട്ട് പോയിട്ടുണ്ട്. അതായത് ജപ്പാനിൽ വെച്ചുള്ള കുറച്ച് ഫൈറ്റ് സീൻസും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അത് സിനിമയിൽ തന്നെ പറയും പോലെ 7 കടലും 7 മലയൊക്കെ കടന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ആവശ്യം ഈ ഒരു പുഷ്പയ്ക്ക് അവിടെ ഇല്ലായിരുന്നു. കാരണം വെച്ചാൽ ശരി, പുഷ്പ 3-ലാണെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ പൊക്കോട്ടെ, അതിന് ആ ഒരു ഓപ്ഷനും ഇല്ല. പക്ഷേ പുഷ്പ ഫസ്റ്റിൽ ഒരു നാട്ടുപ്രദേശക്കാരെ അവിടെ നിന്ന് വളർന്നു. പുഷ്പ 2-ൽ ഈ ഒരു ബൻവന്ത് സിംഗ് സിക്കാവത്തിൻ്റെ ആ ഒരു സ്റ്റോറി മതിയായിരുന്നു ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പുഷ്പ 2-ന്. പക്ഷേ ഇവർ അതൊക്കെ മേലെ ചെയ്തു. ബട്ട് എന്താ പറയുക, അതാണ് അവിടുത്തെ കുറച്ച് റീസൺസും കാര്യങ്ങളെല്ലാം വന്നത്. വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ഈവൻ അല്ലു അർജുൻ്റെ ആ ഒരു പ്രേം അല്ലു അർജുൻ ആ ഒരു പുഷ്പ 2-ൽ വന്നിട്ടില്ല. നമ്മളൊരു പ്രേം അല്ലു അർജുൻ ഫാനാണ്, ഞാൻ ഒരു കട്ട അല്ലു അർജുൻ ഫാനാണ്. ആ ഒരു പ്രേം ഇപ്പോൾ എന്താ ട്രെൻഡിങ് പറയില്ല, ആ ഒരു പ്രേം സെറ്റപ്പ് അല്ലു അർജുൻ അവിടെ വന്നിട്ടില്ലായിരുന്നു. അതാണ് മെയിനായിട്ടുള്ള അടുത്ത റീസൺ. ഇത് ആക്ടിങ്ങിൽ. പിന്നെ വന്നിട്ടുള്ളത് ആ ഒരു ഡാൻസും അതേപോലെ തന്നെ ക്രിഞ്ച് ഫീലിങ്സും. അത് ഒരുപാട് പേർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടാതെ പോയി. സിംഗിളായിട്ട് പോണവർക്ക് ഒരുപാട് ക്രിഞ്ചായിട്ട് വന്നു. കപ്പിൾസായിട്ട് പോയൊരു അഭിപ്രായം ഞാൻ എടുത്തിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ ക്രിഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞു. അതാണ് അടുത്തൊരു റീസണായിട്ട് പറഞ്ഞത്. ഈ ഒരു സിനിമയാണ് ഈ ഒരു നടി ഓസ്കാർ ലെവലിലോട്ട് പോകുമെന്നും പറഞ്ഞത്. അതെല്ലാം അവിടെ മാറ്റിക്കോ. എന്തായിരുന്നാലും നമ്മുടെ ആ ഒരു കങ്കുവൈരോട് അടുത്തെത്തിയെന്ന് ചിലർ പറയുന്നുണ്ട്. കങ്കുവൈയുടെ അടുത്തൊന്നും എത്തിയിട്ടില്ല ഈ ഒരു പടം. ഞാൻ ഒരു കാര്യം പറയാം, ഈ ഒരു പടം ഈവൻ മുടക്കിയ പൈസ ഒരു 10% അല്ലെങ്കിൽ ഒരു 30%, കൂടിപ്പോയി 40%, ഈ മുടക്കിയ പൈസയുടെ 40% സിനിമ ഈ പ്രോഫിറ്റായിട്ട് ഉറപ്പായിട്ടും കിട്ടും. അത്രത്തോളം താഴ്ന്നൊരു സിനിമയൊന്നുമല്ല ഈ ഒരു പുഷ്പ 2 എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പുഷ്പ കണ്ട് ആ ഒരു എക്സ്പെക്റ്റേഷൻ പീക്ക് ലെവലിൽ വെച്ചുകൊണ്ടാണ് ഓരോ ആരാധകരും പോയത്. അവർക്കുള്ളത് കിട്ടിയിട്ടില്ല. അതാണ് ഒന്നാമത്തെ റീസൺ. അതായത് പുഷ്പ ഫസ്റ്റിനോട് ഈ ഒരു സിനിമ എടുത്ത് വയ്ക്കാൻ പറ്റില്ല. അതായത് 7 വെള്ളത്ത് പോലും ഇത് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല. അതാണ് അടുത്ത റീസൺ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു എക്സ്പെക്റ്റേഷൻസ് കൊണ്ടുപോയതും ഈ ഒരു പുഷ്പ ടീം തന്നെയാണ്. കാരണം 3 വർഷം ഈ ഒരു പുഷ്പ 2-ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അത്രത്തോളം എഫേർട്ട് എടുത്ത് ഓരോ നടന്മാർ, അതിനുള്ള അണിയറ പ്രവർത്തകർക്ക് എല്ലാം ചെയ്തിട്ടും ആ ഒരു എഫക്റ്റിനുള്ള ഒരു റിസൾട്ട് കിട്ടാതെ പോയതും ആരാധകർക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നി. അതാണ് അടുത്ത റീസൺ എന്ന് പറയുന്നത്. പിന്നെ ഇവർക്ക് ഈ ഒരു ഫിലിം പ്രൊഡക്ഷൻസിന് ടേസ്റ്റ് കിട്ടിയിട്ടില്ല. കാരണം ആൾക്കാർക്ക് എന്താണ് വേണ്ടതെന്നുള്ളൊരു പ്രിഫറൻസ് കിട്ടിയിട്ടില്ല. അതാണ് ആ ഒരു തെലുങ്ക് ടെംപ്ലേറ്റ്സിൽ ആ ഒരു സിനിമ അങ്ങ് കയറിപ്പോയത്. അവർ ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രമേ അവർ ചിന്തിച്ചോളൂ. ആ ഒരു ഏരിയയിൽ അത് കയറിപ്പോയി. ഈവൻ സൗത്ത് ഇന്ത്യയിലോട്ട് ഇവർ വേറെ സ്റ്റേറ്റും സംസ്ഥാനം ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു. അതാണ് ഈ സിനിമ ഇത്രത്തോളം ഈ ഒരു ടെംപ്ലേറ്റ്സിലും കയറിപ്പോയത്. ഇല്ലെങ്കിൽ നമ്മുടെ വൈകുണ്ഠപുരം അതൊക്കെ അതൊക്കെ സെറ്റ് മൂവികളായിരുന്നു. അതും തെലുങ്ക് പടമാണെന്ന് അല്ലെങ്കിൽ കന്നഡ പടമാണെന്ന് ആരും അറിയില്ല. മല്ലു അർജുൻ അല്ല മല്ലു അർജുൻ വന്ന് അഭിനയിക്കും പോലെ ഇരിക്കും.
സോ ഇതെല്ലാമാണ് അടുത്തൊരു റീസണായിട്ട് വന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ഹൈദരാബാദിലാണ് ഈ ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് നിമിഷമേ ആയിട്ടുള്ളൂ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ചതായിട്ട്. അത് ഈ ഒരു ടിക്കറ്റ് എടുക്കുന്നതിന് കാരണം അത്രത്തോളം തിക്കും തിരക്കും വന്ന്, കാരണം വെച്ചാൽ അത്രത്തോളം ഹൈപ്പ് കയറി പോയൊരു മൂവി കാണാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം തിക്കും തിരക്കും വരും. സോ അത് നിയന്ത്രിക്കാനുള്ളത് അവിടുത്തെ സെക്യൂരിറ്റി എലമെൻസും കാര്യങ്ങളിലാണ്. സോ അതിനെതിരെ അല്ലു അർജുനെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ പറ്റുന്നത്. സോ മൊത്തത്തിൽ ഈ സിനിമ ഒരു നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ നെഗറ്റീവായിട്ട് കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ പറയുന്നത് നിങ്ങളിത് കാണണോ വേണ്ടെന്നുള്ള ചോദ്യത്തിന് ഞാൻ പറയണത് 3 to 4 മണിക്കൂർ നിങ്ങളെ ഇടയിൽ, നിങ്ങൾ ഒരു ദിവസത്തിൽ 3 to 4 മണിക്കൂർ നിങ്ങളെ ആ ഒരു സമയം ഒന്നും ചെയ്യാനില്ലാതെ ചുമ്മാ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യുക എന്നാണ് ഞാനും പറയാനുള്ളത്. ശരിക്കും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. കാരണം ഒരുപാട് ജോലി തിരക്കും കാര്യങ്ങളെല്ലാം ഉള്ളവർക്ക് ഈ ഒരു സമയം സ്പെൻഡ് ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ടൈം ഈസ് മണി എന്നാണ്. സമയമാണ്, ചുമ്മാ പാഴാക്കി കളയരുത്. സോ ഞാൻ പാഴാക്കി കളഞ്ഞ പോലെ വേറെ ആരും പാഴാക്കി കളയരുത്. സോ എന്തായിരുന്നാലും സിനിമ ടോട്ടൽ ഫ്ലോപ്പ് ആവില്ല. ഇതെന്ത് അത്യാവശ്യം കളക്ഷൻ കാര്യങ്ങളെല്ലാം കിട്ടും. സോ അത് കേരളത്തിൽ നിന്ന് കിട്ടാൻ സാധ്യത വളരെ കുറവായിരിക്കും. ബട്ട് ബാക്കിയുള്ള ഓൾ ഓവർ ഇന്ത്യയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടും. സോ പറഞ്ഞ പോലെ തന്നെ അത്രത്തോളം അതമ്പതിച്ചൊരു സിനിമയൊന്നുമില്ല. ഈവൻ കൊള്ളാം, കണ്ടിരിക്കാം. നമ്മൾ ഹൈപ്പ് ഞാൻ പറഞ്ഞില്ല, ആ ഒരു പുഷ്പ കണ്ടിട്ട് ആ ഒരു ഹൈപ്പിന് കയറിയത് ആണ് ഇവിടെ നമുക്ക് മലയാളികൾക്ക് പറ്റിപ്പോയത്. എന്തായിരുന്നാലും നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. സോ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞുള്ളൂ, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ആയിരിക്കും. ഈവൻ നിങ്ങൾ എല്ലാ റിവ്യൂവും കണ്ടിട്ട് സിനിമ അങ്ങനെ വിലയിരുത്താൻ നോക്കണ്ട. സോ നിങ്ങൾ കണ്ടതാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പറയാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സോ എല്ലാവരും പറയുന്നത് കേട്ട് നിങ്ങൾ ഏറ്റെടുത്ത് പറഞ്ഞാൽ അവിടെ നിങ്ങൾ ക്യാരക്ടറായിരിക്കും പോകുന്നത്. സോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യും, ചെന്ന് കാണുക. ഞാൻ കണ്ടു, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ഹൈപ്പുള്ള ഇതിന് കയറി കിട്ടിയില്ല. ബട്ട് ജസ്റ്റ് ഓക്കെ, അത്രയേ ഉള്ളൂ. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഒന്ന് പുഷ്പ വേൾഡ് ഫയർ ഒന്ന് കത്തിക്കാൻ വേണ്ടി നോക്കിയതാണ്. ബട്ട് വെറും പുകയായിട്ട് മാറി. സോ എന്തായിരുന്നാലും പുഷ്പ 3ക്ക് വേണ്ടി അടുത്ത കാത്തിരിപ്പ് നാളെ തൊട്ട് തുടങ്ങാം നമുക്ക്. അത് ഇത്രത്തോളം ഹൈപ്പൊന്നും വേണ്ട, ഹൈപ്പ് കുറച്ച് വെച്ച് അത് ഇറങ്ങണമെങ്കിൽ നമുക്ക് OTT ആയിട്ട് കാണാമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. അപ്പോഴും എങ്ങനെയാണെന്ന് അറിയില്ല. സോ വൺസ് അഗൈൻ വി ആർ ടെല്ലിങ് ടൈം ഈസ് മണി ബ്രോ.